വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രാഹുലിന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നെത്തിയില്ലെങ്കിൽ മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകും. അതാണ് TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ് ഞങ്ങളിവിടെ മിസ് ചെയ്യുന്നുണ്ട്. നല്ല പഴംപൊരിയും നല്ല ബീഫും ഉണ്ട്. നമ്മളിത് തീർത്തിട്ടേ പോകത്തുള്ളൂ. പ്രമോദ് എനിക്കൊന്ന് ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ടേ വരാനും സാധ്യതയുള്ളൂ. അപ്പോൾ TV പ്രസാദിനെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ആ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായേക്കില്ല എന്ന് കേൾക്കുന്നു. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ബീഫൊക്കെ കാണിച്ച് കൊതിപ്പിക്കുക അരുൺ സാർ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഹാജരാകില്ല എന്നുള്ളത് തന്നെയാണ്, ഹാജരായേക്കില്ല എന്നുള്ളതല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പ് പറയുന്നത് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ ഇന്ന് ഹാജരായില്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസത്തേക്ക് നോട്ടീസ് നൽകാനാണ് സാധ്യത. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ക്രൈംബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വ്യാപകമായി വോട്ട് രേഖപ്പെടുത്തിയത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയും അതുപോലെ തന്നെ മേൽവിലാസവും പേരുമെല്ലാം മാറ്റിക്കൊണ്ട് 2000-ലധികം വോട്ടുകൾ ചേർത്തിരുന്നു എന്നാണ് പിന്നീട് പോലീസ് തന്നെ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലെ മൂന്നാമത്തെ പ്രതിയുടെ ഫോണിൽ നിന്ന് കിട്ടിയ ഒരു ശബ്ദ സന്ദേശം, ആ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശബ്ദ സംഭാഷണം കിട്ടിയിരുന്നു. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിക്കുന്നത്. ഏറെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കാനുള്ളത്. അതായത് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതിൽ നിർണായകമായ ഒരു ഫോൺ സംഭാഷണം ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടുന്നു. അതിൽ വ്യക്തത വരുത്താനുള്ള നോട്ടീസ് കൊടുത്ത സമയത്താണ് നോട്ടീസ് തന്നെ കിട്ടിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് ഇന്ന് ഹാജരാകാതിരിക്കുന്നത്. ഉറപ്പായും അടുത്ത നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കും. സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി അത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചു എന്നുള്ളത്. അരുൺ, ഓക്കെ, താങ്ക് യു TV പ്രസാദ്. അപ്പം TV പ്രസാദെ, ഞങ്ങൾ പഴംപുരിയിലേക്ക് മടങ്ങാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് രാഹുലിന്റെ വിഷയമാണ്. അത് ക്രൈംബ്രാഞ്ച് നോട്ടീസ് രണ്ടാമത് കൊടുക്കും. അത് കൊടുക്കട്ടെ. രാഹുൽ സമയമുള്ളപ്പോൾ രാഹുൽ വരട്ടെ.